നമസ്കാരം. അന്യം നിന്ന് പോകുന്ന ഒരു ചടങ്ങാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പണ്ട് കാലങ്ങളിലൊക്കെ കർക്കിടക വാവിനും തുലാമാസത്തിലെ വാവിനും അകത്ത് വെച്ച് കൊടുക്കുന്നൊരു ചടങ്ങുണ്ട്. ഇന്ന് തുലാമാസത്തിലെ വാവായതിനാൽ അങ്ങനെ ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ പിതൃക്കൾക്ക്, അതായത് എത്രയോ തലമുറകളായി മൺമറഞ്ഞു പോയവരെ സ്മരിക്കുന്ന ഒരു ദിനമാണ് ഇന്ന്. ആ പിതൃക്കൾക്ക് വേണ്ടി നമ്മൾ ഈശ്വര സങ്കല്പത്തോടു കൂടി ആ പിതൃക്കൾക്ക് വേണ്ടിയിട്ട് അവിടെ അവല്, മലര്, പഴം, വെള്ളം, അതേമാതിരിയുള്ള ഇതെല്ലാം വെച്ച് സാത്വികമായിട്ടുള്ള ഒരു പൂജാവിധി ആണത്. തറവാട്ടിലെ ഒരു കാരണവർ വയ്ക്കും അതിന്. അങ്ങനെ ഒരു ചടങ്ങാണത്. അപ്പോൾ അത് ചെയ്യുന്നതിലൂടെ മൺമറഞ്ഞു പോയ പിതൃക്കളിലൂടെ നമ്മളിലേക്ക് കടന്നു വന്നിട്ടുള്ള ജെനറ്റിക്കലായിട്ട് നമ്മുടെ ഉള്ളിലുള്ള ജീനിൽ അത് ആ ഒരു സ്മൃതി ഉള്ളിൽ എത്തുമ്പോൾ ആ ജീൻ വർക്കൗട്ടായിട്ട് അവരുടെ ഒരു അനുഗ്രഹശക്തി നമ്മളിലേക്ക് കടന്നു വരും. അല്ലാണ്ട് മരിച്ചവർ ഇവിടെ വന്നിട്ട് കഴിക്കണം എന്നൊന്നുമില്ല. പക്ഷേ ആ ഒരു സങ്കല്പം ചെയ്തു വെക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ തന്നെ ഉറങ്ങിക്കിടക്കുന്ന അവരുടെ അനുഗ്രഹശക്തി നമ്മളിൽ പ്രവർത്തിച്ചു തുടങ്ങും എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇതിപ്പം അന്യം നിന്ന് വരികയാണ്. പല തറവാടുകളിലും ഇപ്പം ഇല്ല എന്ന് തന്നെ പറയാം. പക്ഷേ ഇതിലൊരു വ്യത്യസ്തമായ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒത്തുകൂടാൻ, കുടുംബക്കാർക്ക് ഒത്തുകൂടാനും അവിടെയുള്ള എല്ലാവർക്കും തമ്മിൽ പരിചയപ്പെടാനും ഇതാക്കാനും ഒക്കെ ഉള്ള ഒരു കുടുംബ സംഗമ വേദി തന്നെ അവിടെ രൂപാന്തരപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ഉച്ചക്ക് രാവിലെയാണ് നമ്മൾ ചെയ്യുന്നത്. ചിലവർ രാത്രിയും ചെയ്യുന്നത് കാണാം. ഇത് നമ്മൾ ഇവിടെ ചെയ്യുന്നത് രാവിലെയാണ്. രാവിലെ അവലും മലരും ഇതൊക്കെ വെച്ച് കൊടുത്തതിന് ശേഷം ഉച്ചക്ക് പിതൃക്കൊക്കെ ഭക്ഷണം അവിടെ വിളമ്പി വെച്ച് ഇതെല്ലാം അടച്ചു വെച്ചതിന് ശേഷം കുറച്ച് നേരം പുറത്ത് നിന്ന് ആ പിതൃക്കൾക്ക് കൊടുത്തു എന്നുള്ള ഒരു സങ്കല്പത്തിൽ നേദ്യങ്ങളെല്ലാം അവിടെ അതായത് അതിൻ്റെ പിതൃക്കൾക്ക് കൊടുത്തതിൻ്റെ പ്രസാദമായിട്ടാണ് ബാക്കിയുള്ള ആൾക്കാർ ഈ ഭക്ഷണത്തെ സ്വീകരിക്കുന്നതും ഈ അവലും മലരും അതേപോലെയുള്ള പ്രസാദത്തെ സ്വീകരിക്കുന്നതും. അപ്പം നമ്മളറിയാതെ തന്നെ നമ്മുടെ ഉള്ളിൽ നമ്മളെ പിതൃക്കളെ സ്മരിക്കാനും ഇതാക്കാനുമുള്ള ഒരു ദിവസം ആയിട്ട് ഇതിനെ കണക്കാക്കാം. അതിലൂടെ നഷ്ടം വന്നു പോകുന്നതൊന്നുമില്ല. ആ ഒരു വിശ്വാസം എന്ന് പറയുന്നതിലൂടെ നമുക്ക് നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന അവരുടെ അനുഗ്രഹശക്തിയെ ഉണർത്താനുള്ള ഒരു ദിവസം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ജീവിച്ചിരിക്കുമ്പോൾ അവരെ മൺമറഞ്ഞു പോയവരെ ഓർക്കുക എന്നുള്ളതാണ്. ആ ഒരു സ്മരണയിലൂടെ കടന്നു പോവുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായും യൂണിവേഴ്സലായിട്ട് ആ ഒരു സ്പിരിച്വൽ എനർജി നമ്മളിലേക്ക് കടന്നു വരും.